നമസ്കാരം പ്രിയരെ, നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം. ഇന്നത്തെ കഥയിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് വേണു. ഞാൻ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഒരുപാട് ജോലിക്ക് ശ്രമിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. അങ്ങനെ ഞാൻ ടൗണിൽ ഒരു മുറി കട വാടകയ്ക്കെടുത്ത് സ്വർണ്ണപ്പണയത്തിന്മേൽ കാശ് കൊടുക്കപ്പെടും എന്ന ബോർഡും ഒക്കെ വെച്ച് ഒരു ഫൈനാൻസ് കട നടത്തി വരികയായിരുന്നു. ഞാൻ എൻ്റെ അമ്മായിയമ്മയുമായി നടത്തിയ ചില ലീലാവിലാസങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ കഥയിലൂടെ പറയാൻ പോകുന്നത്. അമ്മായിയമ്മയെ കാണാൻ നല്ല അടിപൊളിയൊക്കെയാണ്. എൻ്റെ ഭാര്യയുടെ അമ്മ. എൻ്റെ ഭാര്യയുടെ പേര് രേവതി. അവളും അത്യാവശ്യം നല്ലൊരു സുന്ദരിയാണ്. പക്ഷേ അവളുടെ അമ്മ അങ്ങനല്ല. അവളെക്കാൾ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. അമ്മയുമായി പുറത്തൊക്കെ പോകുമ്പോൾ ജംഗ്ഷനിലൊക്കെ നിന്ന് നോക്കാത്ത ആണുങ്ങളില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ ചിലപ്പോൾ അവളുടെ അമ്മയെ കണ്ടിട്ട് പല കമന്റ്സുകളും അടിക്കാറുണ്ട്. അങ്ങനെ ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് എൻ്റെ സ്ഥാപനത്തിൽ മാല പണയം വെക്കാനൊക്കെ അവളുടെ അമ്മ വരുമായിരുന്നു. അവര് വന്നിട്ട് പോകുന്നത് വരെ ഞാനും എൻ്റെ കൂട്ടുകാരും അവരെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുകയായിരുന്നു പതിവ്. അങ്ങനെ അവരെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് കല്യാണാലോചന നടക്കുന്ന വളർന്ന ഒരു മകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. എങ്ങനെയെങ്കിലും അവളെ കെട്ടിയാൽ അവരെ എനിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് അവരുടെ മകളെ ഞാൻ കല്യാണം ആലോചിച്ചതും വിവാഹം കഴിച്ചതും. എൻ്റെ ആ ഒരു വിചാരം എന്തായാലും അങ്ങ് ഏറ്റു കേട്ടോ. എല്ലാ കാര്യത്തിലും മകളെക്കാൾ അടിപൊളി അമ്മ തന്നെയാണ്. ഞാൻ വിചാരിച്ചത് അവളുടെ അമ്മ വലിയ ഡീസന്റ് വ്യക്തിയൊക്കെ ആണെന്നാണ്. പല വ്യക്തികളും അവരെ കമന്റ് അടിക്കുമ്പോൾ അവര് ചിരിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട്. ആ സമയം ഞാൻ വിചാരിച്ചത് അവരെല്ലാം തമാശയായിട്ട് എടുക്കുന്നതാണെന്നാണ്. പക്ഷേ അവരുടെ മകളെ കല്യാണം കഴിച്ച് ഞാൻ കൂടുതൽ അടുത്തപ്പോഴാണ് എനിക്ക് അവരുടെ സ്വഭാവം മനസ്സിലായത്. അവരുടെ അടുത്ത് നിന്നും പൈസയൊക്കെ വാങ്ങി പല സഹായവും മറ്റു പല രീതിയിലും ചെയ്തു കൊടുക്കുന്ന ഒരു യുവതിയായിരുന്നു അവളുടെ അമ്മയെന്ന്. രാവിലെ എഴുന്നേറ്റ് അണിഞ്ഞൊരുങ്ങി ജോലിക്കാണെന്നും പറഞ്ഞു പോകുന്നത് കാണാം. നിറയെ മുടിയുണ്ട്, നല്ല മുഴുത്ത പിന്നഴകും മുന്നഴകും ഒക്കെയുള്ള ഒരു കൊച്ചു സുന്ദരി. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി എല്ലാവരെയും കാണിക്കാൻ പാകത്തിന് എല്ലാം വെളിയിൽ കാണിച്ചുകൊണ്ടുള്ള ആ സാരി ഉടുക്കലും തലയിൽ പൂചൂടലും ഒക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നതാണ്. ഏകദേശം 9 മണിയോടെ ജോലിക്ക് പോകും. ജോലി എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വലിയൊരു മാളിൽ ക്ലീനിങ് സ്റ്റാഫാണ്. ഇതൊക്കെയാണ് അമ്മ. ഇപ്പോൾ അവളുടെ അമ്മയെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇനി എന്റെയും അവളുടെ അമ്മയുടെയും കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, അവരെ എനിക്ക് എൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ അറിയാമെന്ന്. അങ്ങനെ അവരെ തപ്പിപ്പോയാണ് ഞാൻ അവരുടെ മകളെ വിവാഹം കഴിച്ചത്. പിന്നീട് പലപ്പോഴും ഞാൻ അവൾക്ക് താല്പര്യമില്ലെങ്കിലും അവളെയും കൂട്ടി അവളുടെ വീട്ടിൽ പോകും. അവളുടെ വീട്ടിൽ അവളുടെ അമ്മയും അവളും അവളുടെ അനിയനുമായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ അവളുടെ കൊച്ചിലെ മരിച്ചുപോയതാണ്. അവളെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അനിയനാണെങ്കിൽ ചെന്നൈയിൽ പഠിക്കുകയാണ്. അങ്ങനെ അവളുടെ അമ്മ ഒറ്റയ്ക്കാണ് അവളുടെ വീട്ടിൽ താമസിക്കുന്നത്. ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരും. കൂടുതൽ സമയവും എൻ്റെ വീട്ടിലാണ് നിൽക്കാറുള്ളത്. തനിയെ ആ വീട്ടിൽ നിൽക്കണ്ട എന്നാണ് എൻ്റെ ഭാര്യ എപ്പോഴും അമ്മയോട് പറയുന്നത്. അതെനിക്ക് വലിയൊരു അനുഗ്രഹവുമാണ്. എൻ്റെ ഭാര്യ ഇല്ലാത്ത സമയം എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അവളുടെ അമ്മയൊക്കെ ആയിരുന്നു. അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ എനിക്കും എൻ്റെ കൂട്ടുകാർക്കും അമ്മായിയമ്മയെ കാണുമ്പോൾ തന്നെ ഒരു ഹരമായിരുന്നു. എൻ്റെ ഭാര്യയേക്കാൾ എന്തുകൊണ്ടും ഇത്തരം കാര്യത്തിന് അവളുടെ അമ്മ തന്നെയാണ് നല്ലത്. എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ അവളുടെ അമ്മയെ അറിയിക്കുന്നതിന് വേണ്ടി ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവളുടെ അമ്മ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അമ്മയോടുള്ള എൻ്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും അമ്മയെ അറിയിക്കണമെന്ന് തീരുമാനിച്ചു. അന്ന് എൻ്റെ ഭാര്യ ജോലിക്ക് പോയിരുന്ന സമയമാണ്. അമ്മയ്ക്ക് അന്ന് ക്ലീനിങ് ഉച്ച കഴിഞ്ഞാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രാവിലെ TV ഒക്കെ കണ്ട് അമ്മ അങ്ങനെ ഇരിക്കും. ഉച്ചയോടുകൂടി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അമ്മ ജോലിക്കായി പുറപ്പെടും. അന്നത്തെ ദിവസം ഞാൻ പതിയെ എൻ്റെ മുറിയിലിരുന്ന് വാതിൽ പാതി ചാരി അമ്മയെ വെയിറ്റ് ചെയ്യുകയാണ്. അമ്മ എല്ലാ പണിയും കഴിഞ്ഞ് TVയും കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പതിയെ വാതിലിന്റെ പകുതി തുറന്നിട്ടിട്ട് ഞാൻ എല്ലാം കാണിച്ചുകൊണ്ട് കുളിക്കാൻ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
കാരണം അങ്ങനെയൊക്കെയാണ് എനിക്ക് അമ്മയോടുള്ള ആഗ്രഹം സാധിക്കാൻ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പണികളൊക്കെ തീർന്ന അമ്മ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പതുക്കെ വാതിൽ തുറന്നിട്ടിട്ട് തുണിയൊക്കെ മാറി ബാത്റൂമിലേക്ക് കയറി. അങ്ങനെ ഞാൻ പലപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു. എന്നിട്ട് ഞാൻ പതുക്കെ ഇടം കണ്ണിട്ട് അമ്മ നോക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു. ചിലപ്പോഴൊക്കെ അമ്മ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഒരു ദിവസം എന്റെ ഭാര്യ പുറത്തുപോയ സമയത്താണ് ഞാൻ എന്നും ബാത്റൂമിൽ അമ്മയെ കാണിക്കുന്നതിന് വേണ്ടി വാതിൽ പകുതി ചാരിയിട്ടിട്ടാണ് കുളിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ അമ്മ എന്നെ നോക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം വീടിന്റെ പുറകിൽ നിന്ന് കുളിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ അമ്മ വീടിന് പുറകിൽ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ അവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിയില്ലാത്ത മട്ടിൽ ഞാൻ പതിയെ വന്ന് കുളിക്കാൻ ആരംഭിച്ചത്. ഞാൻ എന്റെ ദേഹമൊക്കെ തേക്കുന്നത് അമ്മയുടെ നേരെ തന്നെ തിരിഞ്ഞു നിന്നായിരുന്നു. അമ്മയെ കാണിക്കണം, അതിനുവേണ്ടി തന്നെയായിരുന്നു എന്റെ ഐഡിയ. അങ്ങനെ ഞാൻ ഒന്നും അറിയാത്ത രീതിയിൽ കുളിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. പെട്ടെന്ന് കണ്ണു വെട്ടിച്ച് ചെറുതായിട്ടൊന്ന് നോക്കിയപ്പോൾ ആരും കാണാതെ ജനൽ വഴി അമ്മ എന്നെ തന്നെ നോക്കി നിൽക്കുന്നത് എനിക്ക് നന്നായി കാണാൻ പറ്റുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത്രയും നാൾ കാണിച്ചതൊക്കെ അമ്മ കണ്ടിട്ടുണ്ടെന്നും അമ്മയ്ക്ക് എന്നോട് വലിയ താല്പര്യമുണ്ടെന്നും എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ് എന്റെ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ടിരുന്ന ആ വലിയ ആഗ്രഹം ഞാൻ സാധിച്ചെടുത്തത്.